ഹായ് ഹലോ, ഇന്നൊരു ബേക്കിംഗ് ഡേ ആണ്. ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ കുറച്ച് ചെറി പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന്. ചെറി പറിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യാം. ഇന്നത്തെ സ്പെഷ്യൽ കേക്ക് ഏതാന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റ്. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സമയം കളയാണ്ട് നമുക്ക് അതിലേക്ക് വേഗം പോവാം. ഈ കേക്ക് ഞാൻ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ഈ കേക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ വിന്റർ സീസണിൽ ഈ ജർമ്മനിയിൽ ഒരു സ്ഥലമുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വിന്റർ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയതിൻ്റെ. അവിടെ നിന്നാണ് ഈ കേക്കിൻ്റെ ഒറിജിൻ. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കേക്ക് ഉണ്ടായത് അവിടെ നിന്നാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപാര ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നാട്ടിൽ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ലെയേഴ്സിൽ ചില ബേക്കറികളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറി കിട്ടും. അപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കേക്കിൽ ചെറിയാണ് മെയിൻ എന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരു ലെയർ തന്നെ അവർ ചെറി വെച്ച് ഒരു കോമ്പോട്ട് ഉണ്ടാക്കിയിട്ട് അതാണ് അവർ ആ ലെയറിൽ ചെയ്തേക്കണത്. അപ്പം ഞാനും വിചാരിച്ചു ഇന്ന് അതുപോലെ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. ഒട്ടും സമയം കളയണ്ട. വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. അപ്പോൾ ഇതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാൻ പോണത് ഈ ചെറി ഒന്ന് കട്ട് ചെയ്യാൻ പോകും. ഞാൻ എടുത്തേക്കണത് ഇപ്പം ഒരു കപ്പ് എന്ന് ഞാൻ പറയുള്ളത് ഇങ്ങനത്തെ ഒരു ബൗളിൽ. അതങ്ങോട്ട് ഫുള്ള് നിറഞ്ഞിട്ടില്ല, എന്നാലും ഒരു 150 ഗ്രാമൊക്കെ കാണേണ്ടതാണ്. ചെറി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനൊരു കുഞ്ഞി കേക്കാണ് ചെയ്യണുള്ളൂ, വലിയതൊന്നും ചെയ്യണില്ല. ചെറുത് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചെറി ഇനി കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ ഞാൻ ഒരു കുഞ്ഞു ബൗളിൽ പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചെറിക്ക് അത്യാവശ്യം മധുരമുണ്ട്, അതനുസരിച്ചുള്ള ഷുഗറേ ഞാൻ ഇടണുള്ളൂ. അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഈ ചെറി വെന്ത് ഉടഞ്ഞിങ്ങനെ വരും, അത്രയും ഒരു പരുവത്തിലാക്കിയെടുക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. അപ്പം നമുക്കിതിനി കട്ട് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഒരു കളർ കണ്ടോ അല്ലേ, എന്തൊരു ഡാർക്കാ. എൻ്റെയൊക്കെ മനസ്സിൽ ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറ്, അങ്ങനത്തെ ഒരു ചെറിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചേക്കണത്. ഡാർക്ക് കളറിൽ ഇങ്ങനെയൊക്കെ ചെറിയ കണ്ടത്. ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു കുരു ഉണ്ട്, ആ കുരു കളയണം നമ്മൾ. ഇതിൻ്റെ കളറ് ഇത് കണ്ടോ, കയ്യിൽ ചോരാവുന്ന പോലെ ഇരിക്കും, അത്രയും റെഡാ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ സെൻറ്ററിൽ ഇതിനൊരു കുരു ഉണ്ട്, ഇച്ചിരി വലിയ കുരുവ. അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞിടാനായിട്ട്. എന്നാൽ ഞാൻ ഇത് വേഗം ഒന്ന് അരിഞ്ഞ് തീർക്കട്ടെ. ആദ്യം ഒരു ഷോയ്ക്ക് കത്തി വെച്ചൊക്കെ അരിയാതൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ കുരു കളയലൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വേറൊരു ആയുധവും കൂടി കയ്യിലെടുത്തു. ഇതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെ പ്രസ് ചെയ്ത് ഞാൻ കുരു മാത്രമായിട്ട് പോരും, പിന്നെ കട്ട് ചെയ്തിട്ടാൽ മതി. ഞങ്ങളിതെല്ലാം അടുക്കളയിൽ വെച്ച് ചെയ്തിരുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞങ്ങൾ വന്നിട്ട് 3 കൊല്ലം ആയിട്ടുള്ളൂ. ഈ 3 കൊല്ലത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു ഹയസ്റ്റ് ആയിട്ട് വന്നേക്കണത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ചൂട് സഹിക്കാൻ പറ്റില്ല. അടുക്കളയിൽ നമുക്ക് അതുകാരണം നിന്ന് ചെയ്യാൻ പറ്റില്ല, ചൂട് കാരണം. അപ്പം ഞങ്ങളെല്ലാം കൂടി എടുത്തത് ഇവിടെ ലിവിങ് റൂമിൽ കൊണ്ടുവച്ചിട്ട് നിന്ന് ചെയ്യണതാണിത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അത് കാരണം ഈ ചൂട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷെ ഇത്തവണ എന്താണെന്ന് പറഞ്ഞൂടാ, നമ്മുടെ നാട്ടിൽ ഇതിലും ചൂടുണ്ട്, പക്ഷെ ഇത് താങ്ങാൻ പറ്റണില്ല. എന്താണെന്ന് മനസ്സിലാവണില്ല. ഈ ലിവിങ് റൂമിൽ ഇതെല്ലാം എടുത്ത് സെറ്റപ്പ് ചെയ്ത് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. അതെന്താന്ന് വെച്ചാൽ 2 കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കണില്ല. 2 പേരെയും അടക്കിയിരുത്താനും ഒക്കെ നല്ല പണിയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല ചൂട് കാരണം. ഇപ്പം ക്യാമറയ്ക്ക് പിന്നിൽ 2ാമത്തെ ആൾ ഇരിപ്പുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്ക് പ്രതീക്ഷയാണ് ഞാൻ നിൽക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ജർമ്മനിയിൽ ഇത് ഉണ്ടായ സ്ഥലം, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ പോയി ഞങ്ങളിത് കഴിച്ചപ്പോൾ
ഞാൻ ആദ്യം അവരുടെ ആ ഒരു ബേക്കറി സെറ്റപ്പിൽ അത് ഇരിക്കണ കണ്ടപ്പോൾ ഡിസൈനൊക്കെ സെയിം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയൊക്കെ തന്നെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചോ അതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഫീല് വേറെയായിരുന്നു കേട്ടോ. നാട്ടിലെ പോലെയല്ല, സ്പഞ്ചിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബോട്ടം ലെയർ ചെറിയായിരുന്നു, അതിൻ്റെ ടോപ്പിലേക്കാണ് ക്രീം വരുന്നത്. ഇനി ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിപ്പിംഗ് ക്രീം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബട്ടറി ഫീൽ പോലത്തെ, എന്നാൽ ബട്ടറല്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റേ അല്ലായിരുന്നു കേക്കിന്. ഇപ്പം ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അതുപോലെ ഒന്നും ആവണം എന്നല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ശ്രമം നടത്തി നോക്കണതാണ് അതുപോലെ ആവോ ഇല്ലയോ എന്നുള്ളത്. നാട്ടിലെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഈ സീലിങ്ങിന് ഹൈറ്റ് ഇല്ല, കൈ എത്തിച്ചാൽ തൊടാം അത്രയും പൊക്കമൊക്കെ ഉള്ളൂ. അപ്പോൾ സീലിംഗ് ഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അങ്ങനെ ഇല്ല, എല്ലാം ഈ പെഡസ്ട്രിയൽ ഫാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. നമുക്കിപ്പോൾ പെഡസ്ട്രിയൽ ഫാൻ വയ്ക്കുമ്പോൾ മറ്റേതുപോലെ ഫുൾ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിട്ടുമൊന്നുമില്ലല്ലോ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നാട്ടിൽ അതൊക്കെ നമുക്ക് നല്ല സുഖമാണ്, ചൂടുണ്ടെങ്കിലും ഫാൻ ഇട്ടിരിക്കാനും എല്ലാം. പിന്നെ അതുപോലെ ഇവിടുത്തെ ആൾക്കാർ AC ഉപയോഗിക്കുന്നത് വളരെ കുറവാന്ന് തോന്നുന്നു, കണ്ടുപിടിച്ചിട്ടില്ലാത്ത പോലെയാണ്. അപ്പം ഞാൻ കുറച്ച് ചെറി അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെറി ഞാൻ ഇനി ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുരുക്ഷേത്ര ഭൂമി പോലെ ആയിട്ടുണ്ട്. ഇത് നോക്കി എൻ്റെ കൈയൊക്കെ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ഇതൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം, അതിനുശേഷം നമുക്ക് അടുത്തത് കാണാം. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വച്ചേക്കണ ചെറി. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് ഞാൻ തിളപ്പിക്കും. നല്ലോണം തിളച്ച് ഈ ചെറി നല്ല വെന്ത് ഉടഞ്ഞ് ആ ഒരു പരുവായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ഞാൻ തണുപ്പിക്കാൻ വയ്ക്കും. എന്നിട്ടാണ് കേക്കിൻ്റെ ഒരു ലെയറിൽ ഞാൻ ഇത് സ്പ്രെഡ് ചെയ്യാൻ പോണത്. ഇനി ഇത് നമുക്കൊരു ചെറിയ തീയിലിട്ട് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ആ ചെറി ഞാൻ നന്നായിട്ട് ഉടച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തു. ഇത് കണ്ടോ, ഇട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയായി. ഇനി ഞാൻ ഒന്നും കൂടി അതിനെ ഇത് വെച്ചിട്ടൊന്ന് ഞെരിക്കാൻ പോവാണേ, സ്മാഷ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ടാണ് ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം കാരണം നമുക്ക് അടുക്കളയിൽ കയറി ഇന്ന് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും, ഓവൻ ഓൺ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചൂടെടുക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നലെ സ്പഞ്ച് ചെയ്തില്ല. ഇവിടെ കടകളിൽ ഇങ്ങനെ സ്പഞ്ച് കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പല ഫ്ലേവർ കിട്ടും, വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് ഒക്കെ കിട്ടും. അപ്പം നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യണോണ്ട് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള സ്പഞ്ച് ഞാൻ ഇന്നലെ വാങ്ങിച്ച് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. ചോക്ലേറ്റ് ഫ്ലേവറാണ്, പക്ഷേ ഇത് വീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ സ്പഞ്ചാണ് കിട്ടിയത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ടേസ്റ്റ് ഒന്ന് കുറച്ചും കൂടി നമ്മുടെ ഒരു ഫ്ലേവർഫുൾ ആക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ അതിൽ ആഡ് ചെയ്യണ ടൈമിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് സ്മാഷ് ചെയ്തതേ ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ ജാം ഇല്ലേ, മിക്സഡ് ഫ്രൂട്ട് ജാം നമ്മൾ നാട്ടിൽ കിട്ടുന്നത് പോലെ ഉണ്ട് കണ്ടിട്ട്. ഇനി അത് ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് പൊക്കി കൊണ്ടുവരാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണത് ഏതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാനൊരു ഇത്തിരി കാപ്പിപ്പൊടി, ഒരു നുള്ള് വാനില, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അതാണ് ഞാൻ ഈ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇതൊന്നും ഒഴിച്ച് ഈ നമ്മളിപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ച് അങ്ങനെ മോയിസ്റ്റായിട്ട് ഇരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, നമ്മൾ വീട്ടിൽ വാങ്ങിക്കണം, നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കണേ. ഇനി നമ്മുടെ മെയിൻ സാധനം ചെറി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണിത്. ഇത് ഈ ലെയറിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാം കേട്ടോ.
അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്നും ചെയ്യണ്ട്. അറ്റത്ത് ഒരു ലൈൻ കൂടി വരച്ചു കൊടുത്തേക്കാം, പുറത്തേക്ക് പോവാതിരിക്കാനേ. ഞാൻ ഒറ്റ ലെയറിൽ ഇത് ചെറിയ ചെയ്യണുള്ളൂ കേട്ടോ. ഏറ്റവും താഴത്തെ ലെയറിൽ ഈ ഉണ്ടാക്കിയ ചെറി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ബേസ് ആണിത്. അതിൻ്റെ മുകളിലേക്ക് വരണയിലേക്കൊന്നും ഞാൻ ചെറി വെക്കണില്ല. ഭയങ്കരമായിട്ട് കഴിക്കണമെന്നുള്ള വേണമെങ്കിൽ വെക്കട്ടോ. പക്ഷെ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അന്ന് ആ ബ്ലാക്ക് ഫോറസ്റ്റിൽ കഴിച്ചതിൽ ഏറ്റവും താഴത്തെ ലെയറിലാണ് ആ ചെറിയുടെ ആ ഒരു ബേസ് വന്നേക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കഴിച്ചിട്ട് ലൈവായിട്ടുള്ള ഇതിൽ പറയാം ഞാൻ എങ്ങനെയുണ്ടത് എൻ്റെ. ശരിക്കും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സ്പഞ്ച് എന്ന് പറയുന്നത് നല്ല ചോക്ലേറ്റ് പൗഡറൊക്കെ ഇട്ട്, ഈ ഒരു കളറും അല്ലല്ലോ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഒരു വീറ്റും കൂടി ആയതുകൊണ്ടാണ് ഈ കളറ്. അല്ലാത്ത പക്ഷം ഇതിൽ നമ്മൾ ആ സ്പഞ്ച് ഉണ്ടാക്കുന്ന ടൈമിൽ കൊക്കോ പൗഡറും കോഫി പൗഡറും ചേർക്കും. അപ്പോൾ അതിൻ്റെ ആ സ്പഞ്ചിനൊരു വേറൊരു കളർ, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ആ കേക്കിന് വരണത്. അതൊക്കെ ചെയ്യണമെന്നായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഷുഗർ സിറപ്പിൽ കോഫി പൗഡർ ഇത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ ചോക്കോ ചിപ്സ് ഇടേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ അതൊരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇത്രയും കാലം ഞാൻ ഈ ബോട്ടിൽ പുറത്തായിരുന്നു വെച്ചിരുന്നത്, തണുപ്പ് കാരണം നല്ല കട്ടിക്കായിരുന്നു ഇരുന്നത്. ഇന്നിപ്പോഴാണ് ഞാനിത് തുറക്കണത്. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കൊട്ടിപ്പിടിച്ച് അത് മെൽട്ടാവാൻ തുടങ്ങി. ഇനി അത് കാരണം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ക്രീം ഇവിടെ നല്ല ചൂടാണ്, അത് കാരണം പെട്ടെന്ന് മെൽറ്റാവാം. ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ എനിക്കത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഫസ്റ്റ് ക്രം കോട്ട് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ക്രം കോട്ട് ചെയ്യണം. അതിന് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ടെമ്പറേച്ചർ കൂടി നിൽക്കണതുകൊണ്ട് മെൽട്ടാവാണ് പെട്ടെന്ന് ക്രീം ബീറ്റ് ചെയ്തിട്ട്. അപ്പം ഇനി ചടപടയുന്നത് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചൂടാണെന്ന്, അപ്പോൾ അത് കാരണം ക്രീം പെട്ടെന്ന് ഇങ്ങനെ മെൽട്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഫിനിഷിങ് കൂടി ചെയ്ത് ക്രീം എല്ലാം ചെയ്ത് റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത് തന്നെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഫൈനൽ ഫിനിഷിങ് ചെയ്യാം. ഞാനിതൊരു ബൗളിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. ബൗളിലേക്ക് ചോക്ലേറ്റ് ചെയ്തിട്ടിട്ട് അതിനകത്ത് പെട്ടെന്ന് ഉരുകി പോണു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ അങ്ങ് ചെയ്തിടാന്ന്, അല്ലാതെ രക്ഷയില്ല. ഞാൻ ചോക്ലേറ്റ് കയറ്റിയിടാൻ നോക്കിയിട്ട് പറ്റണില്ല. അപ്പം ഞാൻ വേറൊരു സംഭവം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എടുത്ത് പൊടിച്ച് നോക്കണം എത്രത്തോളം ശരിയാവും അറിഞ്ഞൂടാ. ഇത് ഞാൻ വിചാരിച്ച പോലെ ഒരു രീതിയിൽ എനിക്ക് കേക്ക് ഡിസൈൻ ചെയ്യൽ ഇച്ചിരി പണിയായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോഴേ അത് ഭയങ്കര സ്പീഡിൽ മെൽറ്റ് ആവണം. നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇടാനായിട്ടുള്ള ഒരു അവസരം കിട്ടണില്ല. അപ്പം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് നോക്കി, അപ്പോഴും രക്ഷയില്ല. സൈഡൊന്നും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ കാണിച്ചാണ് ഞാൻ സൈഡ് ഒന്ന് സെറ്റാക്കിയത്. ഇനി ലാസ്റ്റ് ഒരു ടച്ചിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വയ്ക്കാൻ പോവുകയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതെന്താ മാധു, ഇതെന്താന്ന് പറ. കുഞ്ചു പറഞ്ഞു കൊടുക്കൂ, ഇതെന്താ? അപ്പൊ നമ്മൾ നമ്മുടെ ചെറി ഇനി വയ്ക്കാം. അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. കറക്റ്റായിട്ട് പൊങ്ങി വന്നാൽ മതിയായിരുന്നു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നിയത്, ഇപ്പോൾ ഈ സ്പഞ്ചിൻ്റെ കളർ കണ്ടോ, അത് ഇച്ചിരി ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയല്ലേ ഇരിക്കണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ്.
നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കൊക്കോ പൗഡറും മറ്റേ കോഫിയും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഡാർക്ക് സ്പഞ്ചായിട്ട് കിട്ടും നമുക്ക്. അതിലാണ് കുറച്ചും കൂടി ഒരു ഭംഗി വരിക. ഇതിപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം എന്തായാലും. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ ഷുഗർ സിറപ്പ് ഒഴിച്ച് പറഞ്ഞില്ല, അതിനകത്ത് ഞാനൊരു കോഫി ഇതിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കോഫി ടേസ്റ്റ്, എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. താഴത്തെ ചെറിയുടെ ഭാഗം തൊടാനേ പോടില്ല, മേളിലത്തെ 2 പോർഷൻ വേഗം പോവും. ഇനി മാധുവിന് കൊടുത്തിട്ട് മാധുവിന് നിർത്താൻ പറ്റുള്ള, മാധു കഴിച്ചോണ്ടേ ഇരിക്കുക. ഒരു പീസ് കഴിഞ്ഞു. സൂപ്പർ അമ്മേ. ചെറി ഇഷ്ടായ മാധുവിന്? ഇഷ്ട. ചെറി ഇഷ്ട. ഞങ്ങളിത് ഈ കേക്ക് കട്ട് ചെയ്തൊരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചപ്പോഴത്തേക്കും അച്ചാമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു നാട്ടില്. അപ്പൊ അച്ചാമ്മ കറക്റ്റ് ആയിട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കേക്ക് എടുത്ത് വെച്ചൊക്കെ കട്ട് ചെയ്യാനായിട്ട്. റെഡ് വെൽവെറ്റ് ആണോ അവിടെ. അപ്പൊ അതും ഒരു നമുക്കൊരു സന്തോഷം. അപ്പൊ അവിടെയും കേക്ക് കട്ട് ചെയ്യണു, ഇവിടെയും കേക്ക് കട്ട് ചെയ്യണു. എന്നാ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേക്ക്. സാധനം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് പുറത്തുനിന്ന് സ്പഞ്ച് വാങ്ങിച്ചപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തുടങ്ങണതിന് മുമ്പ് പറഞ്ഞില്ലേ ബ്ലാക്ക് ഫോറസ്റ്റ് ആ സ്ഥലത്ത് പോയി നമ്മൾ ഇതിന്റെ ഒറിജിനൽ സാധനം കഴിച്ചെന്ന്, അതുപോലെയൊന്നും വന്നിട്ടില്ല. അതുപോലെയൊക്കെ ആവണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മെനക്കെടണം. എനിക്ക് സ്ഥിരം വയല് പറഞ്ഞ പോലെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം എന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ചു എന്നെ എപ്പോഴും കളിയാക്കും, ഏത് വീഡിയോ കഴിഞ്ഞാലും അമ്മ പറയും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഈ വീഡിയോ കൊള്ളൂല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഇന്ന് അതൊന്നും മാറ്റി പറയാണ്. ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.